You are visiting the place of your own. She's not speaking. ഒന്നും സംസാരിക്കുക ഒന്നും അറിയിക്കാതെ നിശബ്ദമായിട്ട് വിപ്ലവം നടത്താനാണ് വന്നിരിക്കുന്നത്. നാട്ടുകാരൊന്നുമല്ല ഇവിടെ വന്നത്, നാട്ടുകാരൊന്നുമല്ല. ഇൻട്രസ്റ്റഡ് പേഴ്സൺ അല്ല. ഇതിന് നിങ്ങൾ നാച്ചുറൽ ജസ്റ്റിന്റെ കാര്യം പറയണം. ഇങ്ങനെ RDO അല്ല വെതർ കളക്ടർ ഹൈക്കോടതി തീരുമാനം എടുക്കുന്നത് എങ്ങനെ? രണ്ട് ഭാഗം കേട്ടിട്ടാണ്. RDO ഇത് പൊളിക്കാൻ തീരുമാനം എടുത്താൽ രണ്ട് ഭാഗം കേൾക്കണം. എന്തുകൊണ്ട് പൊളിക്കണം, എന്തുകൊണ്ട് പൊളിച്ചുകൂടാ? രണ്ട് ആർഗ്യുമെന്റ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമാണ്. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പാലിക്കേണ്ട ഏത് ഉദ്യോഗസ്ഥന്റെ ബാധ്യതയാണ്. പിന്നെ ഏത് ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവ് അപ്പീലബിളാണ്. ഈ ഒരു തീരുമാനത്തിന് ഇവർക്ക് അഗ്രീഡ് പാർട്ടി അവർ അതിനെതിരായിട്ട് അപ്പീൽ പോകാം അവർക്ക്. അതൊന്നും ഇല്ല. ആളോമസ്ഥാനം പോലീസിനെ കൊണ്ടുവന്ന് പൊളിക്കാൻ പറഞ്ഞ് എന്തോന്നത്? ബ്രിട്ടീഷുകാരൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇതാണ് ജനാധിപത്യ ഭരണം ചെയ്യുന്നത്. അതേ പറയാനുള്ളൂ. പറഞ്ഞിട്ട് അത് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ആരോട് സംസാരിക്കാൻ തയ്യാറാണ്? ഇപ്പോൾ ഒരു മാഡം വന്നു ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്തോ രഹസ്യ ഓപ്പറേഷൻ നടത്താൻ പോണ സമാജസ്ഥലം പൊളിക്കുന്നതിന് നടപടിക്രമം നടക്കുന്നതിന് നമുക്കറിയില്ല. എല്ലാവരും രഹസ്യ സ്വഭാവത്തിലാണ്. ബന്ധപ്പെട്ട ഇവിടെയുള്ള ഹയർ ഒഫീഷ്യൽസായിട്ടുള്ള പോലീസുകാരൊന്നും പറയുന്നില്ല. ഫോറൻസിക് ലാബിൽ നിന്നും ഒരു ഫോറൻസിക് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു മാഡം വന്നിരുന്നു. ചോദിച്ചപ്പോൾ വാ തുറക്കുന്നില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല. ഇനി ഞാൻ അഡീഷണൽ പറയാം. ഒരു തീരുമാനം ഇത് പൊളിക്കുക എന്ന് പറയുന്ന ഒരു ഡിസിഷനാണ്. അതൊരു ഡിസിഷൻ ബൈ എ കോമ്പീറ്റന്റ് അതോറിറ്റി. ഏത് അതോറിറ്റിയും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ രണ്ട് വശവും കേൾക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. സ്വാഭാവിക നീതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗത്തിന് പറയാനുള്ള കേൾക്കണം. ഈ കുടുംബത്തിൻ്റെ ഭാഗം കേട്ടിട്ടില്ല, കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല. ഏകപക്ഷീയമായിട്ട് ഒരു ഉത്തരവ് ഇറക്കാൻ ആരെ അധികാരം കൊടുത്തു? ഇവിടെ വരുമ്പോൾ RDO ആരാണ് ചോദിക്കുന്ന ഒരു ചോദ്യം അതായിരിക്കും. രണ്ട്, ഈ ഹറിബറിയായിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പേ ഇത് പൊളിച്ചു മാറ്റുമെന്ന് പറഞ്ഞ വിദ്വാൻമാരുണ്ട് ഇവിടെ. ആ വിദ്വാൻമാർക്ക് വേണ്ടിയാണ് ഈ ഹറിബറി കാണിക്കുന്നത്. ഇത് എനിക്ക് ചോദിക്കാനുള്ളത്, സംഘടിത ഒരു മതവിഭാഗമാണെങ്കിൽ അവർ പാവപ്പെട്ടവർ ഹിന്ദു നാടാർ സമുദായത്തിൽ കൂടുതലും ക്രിസ്ത്യൻസാണ്, ഹിന്ദു നാടാർ കമ്മ്യൂണിറ്റിയാണ്. സംഘടിത മതവിഭാഗമാണെങ്കിൽ വെദർ ഇറ്റ് മേ ബി ക്രിസ്ത്യാനിറ്റി ഓർ മുസ്ലിംസ് ഈ തമാട് തന്നെ കാണിക്കാൻ വേണ്ടി വരും. ആരോടൊന്നും പറയുന്നില്ല. ഇത് പ്രതികരിക്കാൻ സംഘടനകളുണ്ട് ഇവിടെ. ഇതിനെ സംബന്ധിച്ച് സമാജത്തെ സംബന്ധിച്ച് തീരുമാനിക്കാൻ വേണ്ടി ഹൈന്ദവ ആചാര്യന്മാരുണ്ട്. അവരോടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. അത് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം എടുത്തു എന്ന് എനിക്കറിയാം. തീരുമാനം എടുത്തെങ്കിൽ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം ഈ ഒരു മാധ്യമം വഴി ലോകം മുഴുവൻ കാണുന്നുണ്ട്. ഈ ഒരു തീരുമാനം എടുത്തത് RDO ആയാലും കളക്ടറായാലും ഹൈക്കോടതിന് മുമ്പാകെ തൂങ്ങും. അത് സംശയമൊന്നും വേണ്ട. ഒരു ഉദ്യോഗസ്ഥനും രണ്ട് ഭാഗം കേൾക്കാതെ ഒരു തീരുമാനം എടുക്കാൻ റൈറ്റ് ഇല്ല. പ്രതിഷേധമല്ല, എല്ലാ ഉദ്യോഗസ്ഥന്മാരും അനുഭവിക്കും. ഇനി അതിൽ വേറെ കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇത് സനാതന ധർമ്മ വ്യവസ്ഥകളനുസരിച്ച് അതിൻ്റെ നാഡീശുദ്ധി വരുത്തി അതോടൊപ്പം തന്നെ പ്രാണായാമ ധ്യാന മാർഗങ്ങളിൽ കൂടെ ജീവനിൽ പരിധി വരുത്തിയാണ് സമാധിസ്ഥനായിട്ടുള്ളത്. അങ്ങനെയുള്ള സമാധിയെ സമ്പൂർണ്ണമായിട്ടുള്ള ഈ സനാതന വിധി പ്രകാരമാണ് ഇവിടെ സമാധി ഇരുത്തിയിട്ടുള്ളത്. ഇനി അതിന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ഇനി ഓടി വന്നിട്ട് രാജ്യരാമൻ അത് പൊളിക്കുകയല്ല ചെയ്യേണ്ടത്.
ഇതിനെ സംബന്ധിച്ച സംശയങ്ങൾ അവർക്കുണ്ടെങ്കിൽ ഇവിടെ വീട്ടുകാരുണ്ട്, സമാജത്തിൻ്റെ ഭാര്യയുണ്ട്, അവരുടെ 2 ആൺമക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അവരോട് ചോദിക്കാം. യാതൊരു അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല. പിന്നെ ആരുടെ നിർദ്ദേശപ്രകാരം ഏത് തീരുമാനപ്രകാരമാണ് പൊളിക്കാൻ വരുന്നത് അതാണ് അറിയേണ്ടത്. പിന്നെ വേറെ ഏറ്റവും വൈറ്റിലുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്, പൊളിക്കണമെങ്കിൽ ഇന്ന് പൊളിക്കാം, നാളെ പൊളിക്കാം, ഒരാഴ്ച കഴിഞ്ഞ് പൊളിക്കാം, 1 മാസം കഴിഞ്ഞ് പൊളിക്കാം. സാവകാശമിട്ട് 2 ഭാഗം കേട്ട് കൃത്യമായ തീരുമാനത്തിൽ എത്തിയിട്ട് പൊളിച്ചൂടെ? ഇന്ന് ആരെയും കേൾക്കാൻ തയ്യാറാവാതെ ആര് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ ഒന്ന് വിദൂരമായ ഒരു മേഖലയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പൊളിക്കാൻ വന്നാൽ അതിനെ സാധാരണ തടയലേ വേണ്ടി. ആ തടയുക എന്ന് പറഞ്ഞത് ഒരു സമാധിയെ സംരക്ഷിക്കാനുള്ള സനാതന ധർമ്മിയുടെ അവകാശമാണ്. കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് ആ റൈറ്റ് നൽകുന്നുണ്ട്. വെയിറ്റ് ചെയ്യൂ, ഒരാഴ്ച കഴിഞ്ഞിട്ട് പൊളിക്കാം, 2 ദിവസം കഴിഞ്ഞ് ഡിസ്കഷൻ നടക്കട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ള കേട്ടിട്ട് തീരുമാനം എഴുതി. ഇനി തീരുമാനം എഴുതി, RDO തീരുമാനം എഴുതി, ആ തീരുമാനം അപ്പീലബിളാണ്. ഇവിടെ സുപ്രീം കോടതി തീരുമാനം എടുത്താൽ പോലും ലാർജ് ബെഞ്ചിലേക്ക് റെഫർ ചെയ്യാം. പിന്നെയാണ് ഒരു RDOയുടെ ഉത്തരവ്. അഡ്വൈസ് ആണെങ്കിൽ അതിനൊരു അപ്പീൽ കൊടുക്കും, അതിനുള്ള അവകാശം വേണം. അത് നാച്ചുറൽ ഡിസ്റ്റൻസ് ഭാഗമാണ്. ഞാൻ അഡ്വക്കേറ്റ് NG ഗിരീശൻ. ഞാൻ ക്ഷേത്ര സമന്വയ സമിതിയുടെ ഭാരവാഹിയാണ്. അതോടൊപ്പം അഭിഭാഷക സമന്വയ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. തിരുവനന്തപുരം ബാറിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യും. നെടുമങ്ങാട് സ്വദേശി.
ആരും കൊണ്ട് കൊടുത്ത കേസ് ഞങ്ങൾ മീഡിയ ചാനലിനോട് ചോദിച്ചില്ല. അവർക്ക് ഇത് എന്താ പറയുക, ഈ കൊടുത്ത ആളിൻ്റെ ഡേറ്റും ആ ടൈമും ആരാണ് കൊടുത്തത്, എത്ര പേരാണ്, ആരുടെ പിന്നിൽ ഇത്രയും പേര് എത്ര പേര് ചേർന്നാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ സത്യമായിട്ട് പറയാൻ പറയുന്നത്. ഇപ്പോൾ സ്റ്റേഷനിൽ ഞങ്ങൾ വിളിച്ച് പറയുന്നത് അതിൻ്റെ പേരുകൾ ലിസ്റ്റ് എല്ലാം എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയില്ല. അല്ലെങ്കിൽ അച്ഛൻ സന്യാസ ജീവിതത്തിലാണ് അച്ഛൻ കൊച്ചിൽ. ഇവിടെ മരുത്തവ മലയിലെ ആശ്രമം വരെയുണ്ട്, മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അച്ഛൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സമാധിയാവണ രീതിയിൽ സമാധിയാണ്. ഇപ്പോൾ എന്താ തെറ്റ്? സമാധിയെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാരാണ് പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഏതോ ഉത്തരവ് കൊണ്ടുവരും നമുക്കറിയില്ല. എന്താണ് ചെയ്യാൻ പോകണമെന്ന് ആ കുടുംബത്തിനോ ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല. എന്തെങ്കിലും ഒരു തീരുമാനം അധികാര സ്ഥാനത്ത് വരികയാണ്, യാതൊരു അധികാര സ്ഥാനം, വെദർ ഇറ്റ് ഈസ് RDO, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ഹൈക്കോർട്ട് ഓർ സുപ്രീം കോടതി, എനി അതോറിറ്റി, ആ അതോറിറ്റി രണ്ട് ഭാഗവും കേട്ടിട്ട് തീരുമാനിക്കാവൂ. ഇതുവരെ ഈ കുടുംബാംഗങ്ങളുടെ കാര്യം ചോദിച്ചിട്ടില്ല. കുടുംബാംഗങ്ങളെ സപ്പോർട്ട് ചെയ്ത ഹിന്ദു സംഘടന പ്രതികളെ ഞങ്ങളെ ചോദിച്ചിട്ടില്ല. ഞാൻ അഡ്വക്കേറ്റ് NG ഗിരീഷൻ, ക്ഷേത്ര സമന്വയ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്, അഭിഭാഷക സമന്വയ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒരു ഭാഗവും കേൾക്കാതെ ഏകപക്ഷ ഒരു തീരുമാനം വന്നാൽ ദാറ്റ് ഈസ് വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അങ്ങനെ ഏത് ഒഫീഷ്യൽ ചെയ്താലും മുകളിൽ തൂങ്ങും. ചെയ്യാം, തൻ്റെ ഉള്ളവർ ചെയ്യട്ടെ, ചെയ്യാം. നമുക്ക് രണ്ട് വശവും കേൾക്കാം. ഈ ആദ്യം മാത്രം നടക്കണം. അതിനുശേഷമാണ് അവർക്ക് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുള്ളത്. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ പറയുന്നത് ഒന്ന്, അവരുടെ അച്ഛനാണ്, അവരുടെ അമ്മ വിഷമത്തിലാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? അവർക്കൊരു എന്താണ് കാര്യം? ദേഹപയോഗം നടന്ന ഒരു കുടുംബത്തിന് സ്വത്ത് കൊടുക്കണ്ടേ? ഒരു കാര്യം മീഡിയ നോട്ട് ചെയ്യേണ്ട കാര്യം, ആരുടെയൊക്കെ പരാതിയുടെ പേരിലാണ് മെയിൻ മിസ്സിംഗ് കംപ്ലൈന്റ് ചെയ്തിട്ട് ഈ അടിക്കാനും പൊളിക്കാനും വെട്ടിപ്പൊളിക്കാനും വരുന്നത്. തന്തയുള്ള പരാതി ഉണ്ടോ ഞങ്ങൾക്ക് അറിയണം. തന്തയുള്ള പരാതി ഉണ്ടോ ഞങ്ങൾക്ക് അറിയണം. തന്തയുള്ള പരാതി ഉണ്ടോ ഞങ്ങൾക്ക് അറിയണം. ആരാണ് പരാതി കൊടുത്തത്? ഹൂ ഇസ് ദ പേഴ്സൺ ഹൂ ഹാസ് ലെബൽഡ് ദ അലിഗേഷൻ? ആ വ്യക്തികളെ കുറിച്ച് പോലീസ് പഠിക്കണം. എന്താണ് അവരുടെ മോട്ടീവ് എന്ന് പഠിക്കണം. അല്ല പോലീസ് വെറുതെ അവരെ കയ്യിൽ, RDOയും പോലീസും റവന്യൂ അതോറിറ്റീസ് അവരെ കയ്യിൽ വെറും പാവകളാവരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സഫർ ചെയ്യും, ഉറപ്പിച്ച് സഫർ ചെയ്യും.